ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആദിമസഭയിൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാവരുടെയും മേൽ എഴുന്നള്ളി വന്ന് അവരെ ശക്തിപ്പെടുത്തി പുത്തനുണർവ് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. റൂഹാദ് ഖുദ്സ തമ്പുരാനേ, റൂഹാദ് ഖുദ്സ തമ്പുരാനേ, പരിശുദ്ധാത്മാവേ, റൂഹാദ് ഖുദ്സ തമ്പുരാനേ, പരിശുദ്ധാത്മാവേ, പാവന റൂഹാ ദൈവാത്മാവേ, പറന്നിറങ്ങി വസിക്കണമേ. പാവന റൂഹാ ദൈവാത്മാവേ, കൃത്തിൽ വന്നു നിറയണമേ. ജീവനിൽ നിറയണമേ, ഉണർവായി നിറയണമേ, സ്നേഹമായി നിറയണമേ, ശാന്തിയായി നിറയണമേ, ക്ഷമയായി നിറയണമേ, വിശുദ്ധിയായി നിറയണമേ, ആശ്വാസമായി നിറയണമേ, സൗഖ്യമായി നിറയണമേ, ധൈര്യമായി നിറയണമേ, ശക്തിയായി നിറയണമേ, നിത്യവെളിച്ചമായി വാഴണമേ, റൂഹായേ പരിപാവനനേ, നിത്യവെളിച്ചമായി വാഴണമേ, റൂഹായേ പരിപാവനനേ, നിത്യവെളിച്ചമായി വാഴണമേ, റൂഹായേ പരിപാവനനേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആരാധനാ വത്സരത്തിലെ ശ്ലീഹാകാലത്തിൻ്റെ 1-ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇന്ന് പന്തക്കുസ്ത തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഞാൻ നേരുകയാണ്. ഈ ദിവസത്തിൽ നമുക്ക് ധ്യാനത്തിനായിട്ട് സഭ നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളാകുന്ന ഇന്നേ ദിവസം പന്തക്കുസ്തായുടെ പ്രത്യേകത നമുക്കറിയാം. ആദിമസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാവുകയും സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്ത തിരുനാളാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടുകൂടിയാണ്, അഭിഷേകത്തോടുകൂടിയാണ് സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കാരണം കർത്താവിൻ്റെ വിടവാങ്ങലിൽ കർത്താവ് പറഞ്ഞിരുന്നു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നത്തെ വചനത്തിൽ പറയുന്നത് തന്നെയാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ വന്ന് നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം തരും.
പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ എല്ലാം പഠിപ്പിക്കും, നന്നായി ആഴത്തിൽ പഠിപ്പിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് വന്ന് ശ്ലീഹന്മാരുടെ മേൽ അഭിഷേകമായി കടന്നു വന്ന്, അഗ്നിയായി കടന്നു വന്ന് അവരെ ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്നത്. കർത്താവ് തൻ്റെ അന്ത്യപ്രബോധനം എന്ന നിലയിൽ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ദൗത്യമതായിരുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. അപ്രകാരം കർത്താവ് അവർക്ക് ദൗത്യം കൊടുത്തെങ്കിലും ശിഷ്യന്മാർക്ക് പോകുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോഴാണ്, അവരുടെ മേൽ അഭിഷേകമായി അഗ്നിനാവായി കടന്നു വന്നപ്പോഴാണ് അവർക്ക് ആ ഒരു ശക്തി ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. അപ്പോഴാണ് അവർക്കൊരു ധൈര്യം കിട്ടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. എന്തും ധീരമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ധീരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 തരത്തിലുള്ള ജീവിത ബോധ്യങ്ങൾ നൽകും. ഒന്നാമതായി പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്ക് നൽകും. രണ്ടാമതായി നീതിയെക്കുറിച്ചുള്ള ബോധ്യം നൽകും. മൂന്നാമതായി ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകും. ഈ 3 കാര്യങ്ങളിലുള്ള വിവേചനാശക്തിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ജീവിത വിജയത്തിന് അടിസ്ഥാനപരമായി നിലകൊള്ളുന്നതും. ഒരു വ്യക്തി പാപത്തിൽ നിന്നും അകന്നു മാറി നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ എളുപ്പമാണ്. അത് ദൈവത്തിലുള്ള ജീവിതമാണ്. ഒരു വ്യക്തി എപ്പോഴും നീതി മാത്രം ചെയ്തുകൊണ്ട് അനീതി ചെയ്യാതെ ജീവിക്കുമ്പോൾ അത് ദൈവത്തിലുള്ള ജീവിതമാണ്. ഒരു വ്യക്തി എപ്പോഴും ന്യായവിധി അല്ലെങ്കിൽ ന്യായം മാത്രം വിധിക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ അത് ദൈവത്തിലുള്ള വിധിയാണ്, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ജീവിതമാണ്. സ്നേഹമുള്ള ഇപ്രകാരം അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലൂടെയാണ് മാത്രമേ നമുക്ക് ഈ 3 ജീവിത ബോധ്യങ്ങളിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ആത്മാവിലുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. വേറെ ഒരു ദുരാത്മാവിനാലും നയിക്കപ്പെടാൻ പാടില്ല. ദുഷ്ടമായ ചിന്തകളൊന്നും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ദുരാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടാൻ പാടില്ല. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക ലോകത്തിൽ ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ദുരാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ദുഷ്ടമായ ചിന്തകളും ദുഷ്ടമായ വാക്കുകളും ദുഷ്ടമായ ചെയ്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരുവനെ ഇല്ലായ്മ ചെയ്യണമെന്ന് തോന്നലുണ്ടാകുന്നത്, ഒരുവനെതിരെ അപരാധം പറയുമ്പോൾ ഇല്ലാത്തവ ഉള്ളവ ആണെങ്കിലും പറഞ്ഞു വരുത്തിക്കൊണ്ട് അവനെ സമൂഹമധ്യത്തിൽ അവമതിക്കാൻ പ്രേരണ നൽകുന്നത് ദുരാത്മാവിലുള്ള ജീവിതമാണ്, പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനുള്ള സന്നദ്ധത നമുക്ക് നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. സ്നേഹമുള്ളവരെ, അതിലൊക്കെ ഉപരിയായിട്ട് പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വികാരം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ജീവിതത്തിലുള്ള വളർച്ചയാണ്. സ്നേഹമെന്ന പുണ്യത്തിൽ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. ആ സ്നേഹമെന്ന പുണ്യം നമ്മളിലുണ്ട് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ പാലിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബം സ്വർഗമായി മാറുകയാണ്. കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും സ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ ആ കുടുംബം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കുടുംബമായി മാറുകയാണ്. അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വളരേണ്ടത്. എത്രയോ ശ്രേഷ്ഠമായ ചിന്തയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവ് പകർന്നു തരുന്നത് ആ ചിന്തയാണ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ സർവ്വ ദുരാത്മാക്കളും നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാകും. ദുരാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു മാറും. എല്ലാ രോഗങ്ങളും നമ്മളിൽ നിന്ന് സൗഖ്യമാക്കപ്പെടും. ഇപ്പോൾ നമുക്കറിയാം, ആധുനിക ലോകത്തിൽ നമ്മൾ കൊറോണ എന്ന വൈറസിൻ്റെ ആ സാംക്രമികതയിൽ നമ്മൾ നട്ടം തിരിയുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് എത്രയോ ആളുകളാണ് മരണം മൂലം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്രകാരം വേദനാജനകമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഊർജ്ജമാണ് നമുക്ക് നൽകുന്നത്, വലിയ ആരോഗ്യമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു വൈറസിനും നമ്മളെ ആക്രമിക്കാൻ കഴിയില്ല. അത്രമാത്രം നമുക്ക് ബോധ്യമുണ്ടാവണം. പാപരഹിതമായ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ
ഒരു വൈറസിനും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അത്രമാത്രം പവർഫുള്ളാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഏറ്റവും വലിയ കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ. അതിനാണ് പരിശുദ്ധ പിതാവ് ഈ അടുത്തിടെ പറഞ്ഞത്, കർത്താവിൻ്റെ തിരുരക്തമാകുന്ന ആ കൂദാശയിലൂടെ കഴുകി വിശദീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ വാക്സിനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത്രയും വലിയ വാക്സിൻ വേറെ ഒരിടത്തും കിട്ടുകയില്ല. സ്നേഹമുള്ളവരെ, എന്ന് പറഞ്ഞാൽ ഞാൻ ആരോഗ്യ മേഖലയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ അത് വേണ്ടെന്ന് പറയുകയോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിലുള്ള ആത്മീയ ജീവിതത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ, മനസ്സിന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മളിലുള്ള സർവ്വ സാംക്രമികതയും അകന്നു പോകും, സർവ്വ പൈശാചികതയും അകന്നു പോകും. അത് ആത്മാവിലുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ തെസ്സലോനിക്ക 1 ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ആത്മാവ് എപ്പോഴാണ് നിർവീര്യമാകുന്നത്? പാപം ചെയ്തു കഴിയുമ്പോൾ. നമ്മൾ പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നിർവീര്യമാവുകയാണ്. മാമോദീസ എന്ന കുദാശയിലൂടെ, സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം എന്ന കുദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷിക്തരാക്കപ്പെട്ടവരാണ്. ഈ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കപ്പെടുന്നത് എപ്പോഴാണ്? നമ്മൾ പാപം ചെയ്യുമ്പോഴാണ്. പാപം ചെയ്തപ്പോഴാണല്ലോ ആദ്യ മാതാപിതാക്കന്മാർ ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയത്. അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമല്ലായിരുന്നു, അത് ദുരാത്മാവിൻ്റെ കാതുകൊടുത്തുകൊണ്ടാണ്. സാത്താന് കാതുകൊടുത്തപ്പോഴാണ്, ദുരാത്മാവിന് വശംവദരായപ്പോഴാണ് അവർ ദൈവത്തിൽ നിന്നും അകന്നു പോകാനിടയായി തീർന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുമ്പോൾ നമ്മളൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി മാറും. ദുരാത്മാവിൻ്റെ വാക്കുകൾക്ക് നമ്മൾ കാതുകൊടുക്കരുത്. ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വശംവദരാകരുത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറണം. അത് സ്നേഹത്തിലുള്ള ജീവിതമാണ്, അത് നന്മയിലുള്ള ജീവിതമാണ്, അത് എല്ലാവരെയും അംഗീകരിക്കുന്ന ജീവിതമാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന ജീവിതമാണ്. ശത്രുവെന്നോ മിത്രമെന്നോ കൂടാതെ, സ്നേഹിതരെന്നോ ശത്രുക്കളെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. അത് നമ്മളിലുള്ള ഊർജ്ജസ്വലത, എല്ലാ തരത്തിലുള്ള അലസതയിൽ നിന്നും എല്ലാ തരത്തിലുള്ള മടിയിൽ നിന്നും നമുക്ക് ഉന്മേഷം നൽകുന്ന ഒരു ശക്തിയാണ്, ഒരു ഊർജ്ജമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് നിറയാം. പന്തക്കുസ്ത തിരുനാൾ നമുക്ക് നൽകുന്ന ആഹ്വാനം അതുതന്നെയാണ്. ഉത്ഥാനാനന്തര ജീവിതം ശ്ലീഹാകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഉത്ഥാനത്തിൽ നിന്ന് കിട്ടിയ ആ പവർ എന്ന് പറയുന്നത് അത് കർത്താവ് നൽകുന്ന പവർ തന്നെയാണ്. അതൊരു ഊർജ്ജമാണ്. അതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലൂടെ ശ്ലീഹന്മാർ പോയതുപോലെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചതുപോലെ, നമ്മളുടെ അനുദിന ജീവിതത്തിലും നമ്മൾ ലോകമെമ്പാടും പോയില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വചനം ജീവിക്കുന്നവരായി മാറാം. അതുതന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. കുടുംബത്തിൽ സ്നേഹം പങ്കുവയ്ക്കപ്പെടുമ്പോൾ, പരസ്പരം ക്ഷമിക്കുമ്പോൾ, പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുമ്പോൾ, പരസ്പരം അംഗീകരിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ ഒക്കെ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ സദ്ഗുണങ്ങൾ പാലിച്ചുകൊണ്ട് ആത്മാവിനാൽ പ്രചോദിതരായി, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും സമർപ്പിക്കാം, നമ്മുടെ സമൂഹങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ദേശങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ രാജ്യത്തെ സമർപ്പിക്കാം, ഈ ലോകമെമ്പാടുമുള്ള സർവ്വ ജനപദങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവരായി മാറട്ടെ. എല്ലാവരും നല്ല ബോധ്യങ്ങളുള്ളവരായി മാറട്ടെ. പരസ്പരം സ്നേഹിക്കുന്നവരായി മാറട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. നന്മകൾ മാത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും പ്രദാനം ചെയ്യണമേ. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട് അകന്നു പോകാതെ നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും അംഗീകരിച്ചും പരസ്പരം പങ്കുവച്ചും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ജീവിതത്തിൽ തകർച്ചകളും പാളിച്ചകളും പരാജയങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ, നിരാശരായി പോകാതെ, പ്രത്യാശയോടുകൂടി, ഉണർവോടുകൂടി, ഉന്മേഷത്തോടുകൂടി, സധൈര്യം ജീവിതത്തെ അഭിമുഖീകരിച്ച് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തും ശക്തിയും ബലവുമായി ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ,
അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.